ഹലോ, നമുക്കിന്നൊരു സിമ്പിൾ കോട്ടയം സ്റ്റൈൽ മീൻകറി നോക്കിയാലോ? ഞാനിതൊരു ഇൻസ്റ്റാഗ്രാം റീൽ കണ്ട് ട്രൈ ചെയ്തതാണ്, പക്ഷേ സംഭവം സൂപ്പറായിരുന്നു. ആദ്യം നമുക്കൊരു ബൗൾ എടുക്കുക, അതിലാവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടെ ചേർത്തൊരു പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ചട്ടി ചൂടാക്കുക, അതിലേക്ക് എണ്ണയൊഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള കടുകും ഉലുവയിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില വാട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് നമ്മൾ കരിഞ്ഞു പോകാതെ ഒന്ന് നോക്കിയേക്കണം. അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി അതും കൂടെ എല്ലാം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ചൂടാക്കി ഇളക്കിയെടുക്കണം. അതും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. വെള്ളം ഒഴിച്ചുകൊണ്ട് കരിഞ്ഞു പോകില്ല, എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിച്ചേക്കണം. തീ കുറച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ പേസ്റ്റാക്കി വെച്ച ആ ബൗളിനകത്ത് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് ചട്ടിയിലൊഴിക്കുക. എന്നിട്ട് ആ മിക്സ് ഒന്ന് നല്ല പോലെ കുറുകി വരുന്നവരെ ഇളക്കി കൊടുക്കുക. കുറുകി വന്ന ശേഷം നമുക്ക് മീൻകറിക്ക് ആവശ്യമായ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും കൂടെ ചേർത്ത് നല്ല പോലെ തിള വരുന്നവരെ വെയിറ്റ് ചെയ്യണം. തിള വന്ന ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീനുകളെല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ചട്ടി ഒന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് മീനൊന്ന് വേവിക്കാൻ വെക്കണം. മീൻ വെന്ത് കഴിയുമ്പോൾ നമ്മുടെ ആവശ്യാനുസരണം ചാറൊന്ന് നോക്കി കുറുകണമെങ്കിൽ അതൊന്ന് കുറുക്കിയെടുത്ത് അതിൻ്റെ മുകളിൽ ഒരു കരിവേപ്പില വെച്ച് സ്റ്റൗ ഓഫ് ചെയ്ത് അടച്ച് വെക്കുക. നമുക്കൊരു 2-3 മണിക്കൂർ കഴിഞ്ഞ് ഉപയോഗിക്കണമെങ്കിൽ അതും എടുക്കാം. അല്ലെങ്കിൽ അടുത്ത ദിവസം നമുക്ക് മീൻകറി നല്ല സ്വാദോടെ